ഉണ്ടായിരുന്നു. താലിമിനോട് ശ്രദ്ധിക്കുന്ന ആത്മീയനോട് ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവായി തോന്നുന്നു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതും നമ്മുടെ ദിവസം സന്ദർശിക്കാൻ വേണ്ടി അവർ വരുന്നതും. അൽഹംദുലില്ലാഹ് ആ ഒരു ബന്ധം വല്ലാത്ത സന്തോഷകരമായ ഒരു ബന്ധമായി മാറി. അവരുടെ കൂട്ടായ്മയിൽ നമുക്ക് ഓടി നടക്കാൻ കഴിയില്ലെങ്കിലും മാനസികമായി പിന്തുണ കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും അവരോട് ഒന്നിച്ച് എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷം ഞാൻ ഇതിൽ പങ്കുവെക്കുകയാണ്. ഈ വന്ന ആളുകൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഒരു പ്രവൃത്തിയും ഒരു ജോലിയും ഇല്ലാത്തവരായിട്ടല്ല, സ്വന്തം ബിസിനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ്. തൊഴിൽ ചെയ്യേണ്ട ദിവസം ആ തൊഴിലിന് പോകാതെ പോകുന്നവരാണ്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഈ വിഷയത്തിലേക്ക് വേണ്ടി ഇറക്കുന്നവരാണ്. അത് പേപ്പറിൽ പേര് വരണമെന്ന് വിചാരിച്ച് അല്ല, ആളുകളുടെ ഇടയിൽ പ്രശസ്തമാകണം എന്ന നിലക്കല്ല. തീർച്ചയായും ഈ വഴിയില്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതിനൊക്കെ മുന്നിൽ നിർത്തുന്നത് ഏറ്റവും വലിയൊരു മഹാനെയാണ്, ബഹുമാനപ്പെട്ട CM അവരെ പേരിൽ നമ്മൾ എന്തൊരു വിഷയത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് വിജയിക്കും എന്നുള്ള കാര്യം ചെയ്യുന്നു. അപ്പോൾ അവരെ നാമധേയത്തിൽ സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം തുല്യതയില്ലാത്തതാണെന്ന് പറയണം, മറ്റാരും ചെയ്യാത്തത്. നേരത്തെ KK ഉസ്താദ് ഉണർത്തിയതുപോലെ അവശരായി ആരും അറിയപ്പെടാതെ കിടക്കുന്ന കുടുംബങ്ങളുണ്ടാവും. ഒരു സഹായം അവരിലേക്ക് അങ്ങോട്ട് എത്തുകയില്ല. അങ്ങനത്തെ അവരെ വിവരം കിട്ടുകയോ അല്ലെങ്കിൽ തേടിപ്പിടിക്കുകയോ ചെയ്ത് വയനാട്ടിൻ്റെ ഓരങ്ങളിൽ, പാലക്കാടിൻ്റെ തീരങ്ങളിൽ, ഇവിടെയൊക്കെ വളരെയധികം പ്രയാസപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട പള്ളികൾ പരിപാലിക്കപ്പെടാതെ കിടക്കുന്നതുണ്ട്. ചിലപ്പോഴൊക്കെ ചില പള്ളികളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ നടക്കുന്നത് വഴിയോരങ്ങളിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ വഴിയിലാണ് ബഹുമാനപ്പെട്ട ഈ സംഘം. ഇതിൽ ആരും ആരെക്കാൾ നേരെയല്ല, പുറകിലുമല്ല, എല്ലാവരും തുല്യരാണ്. ഉസ്താദ് എങ്ങനെ പ്രവർത്തിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മുഴുവൻ അംഗങ്ങളും അതിൽ സജീവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആരും ആരെക്കാൾ മേലെയുമല്ല, ആരും ആരെക്കാൾ പുറകിലുമല്ല. ഉസ്താദിന്റെ നിർദ്ദേശം ഇന്നടത്തൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡിയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ വരേണ്ട സമയത്ത് വയനാട്ടിലേക്ക് വസ്ത്രവും മറ്റുമൊക്കെ ഭക്ഷണ കിറ്റുകളൊക്കെ ആയിട്ട് പോയതാണ്. അവർക്ക് അന്ന് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നും പലർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാഹ് മാനസികമായി അവരെല്ലാം അന്നും ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട പലരുടെയും വീട് ഞാൻ പോയി സന്ദർശിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചെറുബിയാജി നമ്മോട് എപ്പോഴും ദുആ ചെയ്യാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ് ഉമ്മന്റെ കാര്യം. ഒരു മാസം മുമ്പ് 30 ദിവസമായി ഉമ്മ മരണപ്പെട്ടു. ആ വിവരം അറിഞ്ഞപ്പോഴേ നമ്മൾ അതിൻ്റെ കൂട്ടി നമ്മൾ ദ്വാരനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ CM കുട്ടിയാരിയെ ചെറുബിയാജിന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് ഉമ്മാന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. സ്വർഗ്ഗീയ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. അവനും ഈ സംഘം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു മിഥുല തവാബ് ആ ഉമ്മന്റെ ഹദ്റത്തിലേക്ക് എന്നും അല്ലാഹു എത്തിച്ചുകൊണ്ടേയിരിക്കണം. ആമീൻ. അതുപോലെ
പലരും കഴിഞ്ഞ പ്രാവശ്യം വന്നവർ ഇന്ന് ഇവിടെ വന്നിട്ടില്ല. പുതിയ കുറേ ആളുകൾ പുതുമുഖങ്ങൾ വന്നിട്ടുമുണ്ട്. അവരൊക്കെ നമുക്ക് പരിചയപ്പെട്ടു തരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത്, എന്താ ഇങ്ങനെ ഒരു സംഘം? ഇതിന് വല്ല നിർദ്ദേശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? അങ്ങനെ ചില ആളുകളെ അല്ലാഹു നിയോഗിക്കും എന്നതിന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഇബ്നു അബി ദുനിയ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ചില ആളുകളുണ്ട്. ഇഖ്തസ്സഹും ബിഹവായിജിൻ നാസ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ കാര്യം നിർവഹിച്ചു കൊടുക്കുക എന്ന ഒരു തസ്തികയിലേക്കാണ്. ഇഖ്തസ്സഹും ബിഹവായിജിൻ നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ അത് പരിഹരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. യഫ്സഉൻ നാസു ഇലൈഹിം ബിഹവായിജിഹിം, ജനങ്ങൾ അവരിലേക്ക് ഓടിയെത്തും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇത് ഓരോ മഹല്ലത്തിലും കാണും. ഒരാളോ രണ്ടാളോ ജനങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാൻ പറ്റിയ ഒരു നല്ല മനസ്സിന്റെ ഉടമ. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആചാര്യത്തിൽ പോയി പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന്റെ കാര്യമാവട്ടെ, നാട്ടിലെന്തെങ്കിലും ഒരു അതിര് തത്വത്തിന്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടിനെ കെട്ടിക്കുന്ന കാര്യമാവട്ടെ, എന്തോ വിഷയം എന്തെങ്കിലും അതൊക്കെ നാം മുമ്പിട്ട് നമ്മൾ പോയി പറയാം. അതിന് ഇറങ്ങി തിരിച്ച്